ഹലോ, എല്ലാവർക്കും അമൃത ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങൾ അരിസോണയിലുണ്ടായിരുന്ന സമയത്ത് പോയതാണ് 2 ഗെയിംസിന് വേണ്ടിയിട്ട്. ഒന്ന് റിലേറ്റഡ് ടു ലേസറും പിന്നെ ഒന്ന് മിററിൻ്റെ ഒരു ഇതുമാണ്. ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് കയറിയെന്നുള്ളൂ. ഇഷ്ടപ്പെട്ടോ? ഇവിടെ കയറാം. ഇതാണ് ഇവിടെ അവിടെ പോണേ. എൻ്റർ. ഫുൾ മിറർ. ഇത് മിററാണോ? എനിക്ക് പോകാൻ പറ്റുമോ? അത് പോവാ. നിങ്ങള് അങ്ങ് അവിടെ 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 അല്ല അവിടെ അല്ല ഇവിടെ 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 ഇത് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് മിററാണോ ശരിക്കും ഉള്ളതാണോ എന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അതൊരു സംഭവങ്ങളാ. അയ്യോ, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയോ ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ലേസറിൻ്റെ അടുത്തേക്ക് വന്നേക്കാണേ. ഫോണകത്ത് കൊണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ വെള്ളം ഇട്ടിട്ട് TV കാണുന്നത് ഞാനാ. കണ്ടോ, ലേസറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ രക്ഷപ്പെട്ട് വരുന്നത്. അതാണ് ഗെയിം. എന്തുണ്ടേ ഞാൻ റെക്കോർഡ് ചെയ്തു. ടച്ചായ ഇത് ഇനി ഉണ്ണിയേട്ടനെയും നോബിളിന്റെയും പ്രകടനം. നമ്മൾ ഒരു ഇത് കഴിഞ്ഞോട്ടാ. അത് ഇച്ചിരി കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു ഗെയിമായിരുന്നു. അതിങ്ങനെ ഓടിയും ചാടിയും ലേസർ ബീം തൊടാണ്ട് നമ്മൾ പോയിട്ട് അവിടെ നിൽക്കും. അത് കഴിഞ്ഞു. അതിൽ നമ്മൾ ഞാനും 5 പരാജിതരായി. പക്ഷെ ഇവരെ ഏകദേശം നല്ലതായിരുന്നു. ഇത് ഒരു ലേസർ ബസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിമിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. എല്ലാവരും ഒരുമിച്ച് കയറിയതിനാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെന്ന് വെച്ചാൽ ലേസർ ബീംസ് ഇതുപോലെ വരും. അത് നമ്മളിങ്ങനെ അടിച്ച് പൊട്ടിക്കുവാനായിരുന്നു വേണ്ടിയിരുന്നത്. ഇനി അത് നമ്മൾ നല്ലോണം ചെയ്തു. നമ്മളങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇതിപ്പോൾ നമ്മൾ പാങ്ജിയ ഡൈനോസേഴ്സ് ലാൻഡിൽ വന്നിരിക്കുകയാണ്. ഡൈനോസേഴ്സിൻ്റെ ഇതൊക്കെ ഉണ്ട്. എന്തോ കൈൻഡ് ഓഫ് മ്യൂസിയമാണ്. അങ്ങോട്ട് കയറാൻ പോവാണ്. നമ്മൾ അവിടെ കയറുമ്പോൾ തന്നെ ഡൈനോസേഴ്സിൻ്റെ മോഡലിലുള്ള കണ്ടോ ഷൂ അങ്ങനെ ബാഗ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ഇത് ഡൈനോയുടെ വിങ് കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കിടകിടകിടകിടാണ്. ഇതിനകത്ത് എന്തായിരുന്നു അറിയോ കാര്യമായിട്ട് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈനോസേഴ്സ് ഇല്ലേ, പണ്ട് മുതലേ ഉള്ള ഓരോ തരങ്ങൾ. അപ്പോൾ അതിങ്ങനെ നീങ്ങുമല്ലോ ചെയ്യും. കണ്ട് അതിങ്ങനെ അനങ്ങും. അവിടെ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ വെച്ചേക്കും. അങ്ങനത്തെ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഡൈനോസേഴ്സിനെ പറ്റിയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് വേറൊരു ടൈപ്പാണ്. നമ്മൾ ഇതിനെ കാണുമ്പോൾ എൻ്റെ പല്ല് നോക്കൂ ഗൈസ്. ഓരോതിൻ്റെ അടുത്തും ഈ QR കോഡ്സ് വെച്ച് കാണുന്നുണ്ടോ? ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവന്മാരെ പറ്റിയിട്ടുള്ള സകല വിവരങ്ങളും നമുക്ക് കിട്ടും. ഇത് ഡൈനോസേഴ്സ് ആണോ? ഇത് ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അന്ന് ഓർക്കട്ടെ, ഞാനൊരു അക്വേറിയം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെയുള്ളത്. സോ നമ്മൾ 4 ഒരുമിച്ചെടുത്ത ടിക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ലേസറും ഈ ഡൈനോ വേൾഡും കണ്ടത്. ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ ഞാൻ ബട്ടർഫ്ലൈ ഗാർഡനിൽ പോണതൊക്കെ ഇടാം. വലുതായി പോണ്ടെന്ന് വെച്ചിട്ടാണ് ഈ കൂട്ടത്തിൽ ഇടാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അവരെ നോക്കി നിൽക്കുന്നു, അവർക്ക് കായ്ക്ക് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞിട്ടൊരു പുല്ല് വരില്ല. താങ്ക് യു.